ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 41. ബാലു, ഇത് ശരിയാവും തോന്നില്ല. ഒന്നാമത് എനിക്ക് സാറിനെ പേടിയാ. കണ്ടുപിടിച്ചാൽ. ആദിയോടെ വൈശാഖി വലത് കൈയുടെ പെരുവരലിൻ്റെ നഖം കടിച്ചു. എടി പൊട്ടിക്കാളി, ഒന്നും ശരിയാവത്തില്ല എന്നും പറഞ്ഞ് നീ ഇങ്ങനെ ഇരുന്നോ? ഒടുക്കം മോങ്ങിക്കൊണ്ടിരിക്കേണ്ടി വരും നിനക്ക്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വലതുകാലൊന്ന് തറയിൽ ചവിട്ടിക്കൊണ്ട് ഭാസ്കരൻ പെണ്ണിനോട് ശബ്ദം താഴ്ത്തി ദേഷ്യപ്പെട്ടു. അതല്ല ബാലു, സാറിന് സംശയാവില്ലേ? സാർ എന്നെ വഴക്കു പറഞ്ഞാലോ? അവൾ കരച്ചിലിൻ്റെ വക്കോളം എത്തിയിരുന്നു. മണ്ണാങ്കട്ട, എടി 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 മൊണാഞ്ചി തവളെ, നിന്നെ ഉണ്ടല്ലോ. ഹോ, ഇതുപോലൊരു മന്ദബുദ്ധിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അയാൾ സ്വയം തലക്കിട്ടടിച്ചു. വൈശു മുഖം കുനിച്ച് പിടിച്ചു നിന്നുകൊണ്ട് ഭാസ്കരനെ പാളി നോക്കിയതല്ലാതെ മറുപടിയൊന്നും നൽകിയില്ല. എടി ഉരുളക്കിഴങ്ങിന് കടുക് പൊട്ടിച്ചവളെ, നിനക്ക് ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാടീ അവനെ കയറി പ്രേമിച്ചത്? അതും വേറെ ആരെയല്ല, മംഗലത്ത് മഹാദേവനെ. എൻ്റെ കുഞ്ഞെ, ഈ പ്രേമം എന്നൊക്കെ പറയുന്നതേ ഒരു യുദ്ധമാണ്. അതിങ്ങനെ മനസ്സിലിട്ട് പൂട്ടിക്കെട്ടി വെച്ചുകൊണ്ടിരിക്കേണ്ട സാധനമല്ല. അവസരം കിട്ടുമ്പോൾ തുറന്നു പറയുക തന്നെ ചെയ്യണം. നീ ഇങ്ങനെ ഉള്ളിലിട്ട് മഹാദേവ മന്ത്രം ജപിച്ചുകൊണ്ട് എത്ര നാളിരിക്കും? ആ നീരജ അവനെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നതിന് മുന്നേ വെല്ലോം ചെയ്താൽ നിനക്ക് ഗുണമുണ്ടാവും. അല്ലെങ്കിൽ ഒരു ചോദ്യത്തോടെ ഭാസ്കരൻ അവിടെ നിർത്തി. എന്നിട്ട് രണ്ട് കൈപ്പത്തിയും വായുവിൽ ഉയർത്തി കാട്ടിക്കൊണ്ട് പെണ്ണിനെ കണ്ണുരുട്ടി ഒന്ന് നോക്കി. തലേ ദിവസം ഓഡിറ്റോറിയത്തിൽ മഹാദേവനും നീരജയും തമ്മിലുള്ള സംസാരം വൈശാഖി അതുപോലെ തന്നെ ബാലുവിനെ അറിയിച്ചിരുന്നു. എനിക്ക് പേടിയാ ബാലു. ഇനി പറഞ്ഞിട്ട് സാറിനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടാലോ? പെണ്ണിൽ വീണ്ടും നിസ്സഹായത. കോപ്പാണ്. അവനൊരു ചുക്കും ചെയ്യത്തില്ല. ഇനിയിപ്പോൾ നിന്നെ അങ്ങനെ അടിച്ചിറക്കി വിടാൻ ആണെങ്കിൽ ഞങ്ങളാരും സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ കൊച്ചേ? അവളോട് പറഞ്ഞു സഹി കെട്ട് ഒടുവിൽ അയാൾ ഉമ്മറപ്പടികളിലിരുന്ന് ഷൂവിൻ്റെ ലേസ് കെട്ടുവാനായി തുടങ്ങി. സാറ് പിന്നെ എന്നോട് മിണ്ടുവോ? ഇപ്പോൾ കാണിക്കുന്ന ഈ സ്നേഹം കൂടെ ഇല്ലാതാവില്ലേ? ദേഷ്യവും വെറുപ്പും കാട്ടില്ലേ? ഭാസ്കരൻ്റെ അരികിലേക്ക് അവളും ചെന്നിരുന്നു. കാട്ടട്ടെ? അത് പിന്നെ അങ്ങനെയല്ലേ വരൂ? അല്ല, അങ്ങനെ തന്നെയാണല്ലോ വേണ്ടത്. കുറേ നാൾ കഴിയുമ്പോൾ അവന് നിന്നെ തിരിച്ച് പ്രേമിച്ചോളും. അടുത്ത ഷൂവും അയാൾ കാലിലേക്ക് വലിച്ച് കയറ്റിയിട്ടു. അതും നടന്നില്ലെങ്കിലോ? അവൾ പേടിയോടെ അടുത്തിരിക്കുന്നവനെ നോക്കി. നടന്നില്ലെങ്കിൽ ഞാൻ നടത്തും, അതുപോരെ നിനക്ക്? അയാൾ എഴുന്നേറ്റ് നിന്ന് വൈശുവിനെ പിടിച്ചു വലിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി. എടി, മനുഷ്യനായ കുറച്ചെങ്കിലും ധൈര്യം വേണം. ഇത്തിരിയെങ്കിലും റിസ്ക് എടുക്കാതെ ഒരു കാര്യവും നടക്കത്തില്ല. ഇതിപ്പോൾ അമ്മായിയപ്പം പിന്നീന്ന് തള്ളിത്തരണം അവക്കെൻ്റെ മോനെ പ്രേമിക്കാൻ. എന്തൊരു ഗതികേടാടി എനിക്ക്. നീയൊന്നും ഒരിക്കലും നന്നാവത്തില്ലടി. സോപാനപ്പടിയിലിരുന്ന ബാഗും എടുത്തുകൊണ്ട് ചാടിത്തുള്ളി ബാലു മുറ്റത്ത് നിർത്തിയിട്ടിരിക്കുന്ന ബുള്ളറ്റിലേക്ക് ചാടിക്കയറിയിരുന്നു. ബാലു, നിൽക്ക്, ഞാനും വരുന്നു. ബാഗും എടുത്തുകൊണ്ട് ഓടിച്ചെന്നപ്പോഴേക്കും ഭാസ്കരൻ്റെ ബുള്ളറ്റ് ഗേറ്റും കടന്ന് വഴിയിലേക്ക് ഇറങ്ങിപ്പോയിരുന്നു. പെണ്ണ് കവളും വീർപ്പിച്ച് അയാൾ പോകുന്ന വഴിയിലേക്ക് നോക്കി അവിടെ തന്നെ നിന്നു. അയ്യോ മോളെ, അവൻ പോയോ? അപ്പോഴാണ് പത്മാവതി വീടിനുള്ളിൽ നിന്നും ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നത്. പിന്നിലായി ലക്ഷ്മിയും ഉണ്ടായിരുന്നു. പോയി. അവൾ സങ്കടത്തോടെ തലയാട്ടി. അതെന്തേ, നിങ്ങൾ തമ്മിൽ വല്ല അടിയും ഉണ്ടായോ? ലക്ഷ്മി ധൃതിയിൽ പടികളിറങ്ങി അവളുടെ അരികിലേക്ക് നടന്നു ചെന്നു. ഒട്ടൊരു ആശങ്കയോടെ. വഴക്കു പറഞ്ഞു. വൈശാഖിയുടെ മുഖത്ത് നിസ്സഹായതയായിരുന്നു. എന്തിന്? ലക്ഷ്മിയുടെ മുഖത്ത് അമ്പരപ്പ് നിറഞ്ഞു. കാരണം വൈശുക്കൊച്ചിനോടുള്ള ബാലേട്ടൻ്റെ സ്നേഹം തനിക്കറിയാവുന്നതുപോലെ മറ്റൊരാൾക്ക് അറിയില്ലല്ലോ. അത് പിന്നെ അതുണ്ടല്ലോ ലക്ഷ്മിയമ്മേ. ബാലുവിനോട് എന്തും തുറന്നു പറയുന്നത് പോലെ മഹാദേവൻ്റെ കാര്യം ലക്ഷ്മിയോട് പറയുവാൻ അവൾക്ക് എന്തുകൊണ്ടോ ചെറിയൊരു പരിഭ്രമം ഉണ്ടായി. എന്താ കൊച്ചേ, എന്താണെങ്കിലും തുറന്നു പറയ്. ഉമ്മറത്ത് നിന്നിരുന്ന പത്മാവതിയും അപ്പോഴേക്ക് അവരുടെ അടുത്തേക്ക് ഇറങ്ങിച്ചെന്നു. അത് പിന്നെ ഞാൻ... മുത്തശ്ശിയും കൂടി വന്നതും ഉള്ള ധൈര്യം കൂടി അവളിൽ നിന്നും ചോർന്നുപോയി. എന്താ വൈശു, എന്താണേലും തുറന്നു പറയ്, പേടിക്കണ്ട. ലക്ഷ്മി അവളെ ചേർത്ത് പിടിച്ചു. അതുണ്ടല്ലോ, എനിക്ക് സാറിനെ ഇഷ്ടമാണ്. അത്രയും പറഞ്ഞിട്ട് പെണ്ണ് പൊടുന്നതിനെ തലമുമ്പിട്ടു. ലക്ഷ്മി അമ്മയ്ക്കും മുത്തശ്ശിക്കും തൻ്റെ പ്രണയകാരി അറിയാമെന്ന് അറിവുണ്ടായിട്ടും അവരോട് തുറന്നു പറയാൻ വൈശാഖി എന്തോ ഒന്ന് പിന്നിലേക്ക് വലിച്ചു. കാര്യം മനസ്സിലായെങ്കിലും പെണ്ണിൻ്റെ ചടപ്പ് കണ്ടപ്പോൾ ലക്ഷ്മി അവളോടൊന്നും തുറന്നു ചോദിക്കാൻ പിന്നീട് തുനിഞ്ഞില്ല.
പകരം പത്മാവതിയെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് അവളെ ഒന്നും കൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. എടാ, ഇവളെ കൂടി കൊണ്ടുപോ. കോളേജിലേക്ക് പോകുവാനായി അങ്ങോട്ടേക്ക് നടന്നു വരുന്നവനെ നോക്കി പൊടുന്നനെ പത്മാവതി നിർദ്ദേശിച്ചു. അച്ഛൻ എന്തിയേ? ഷൂ ഇട്ടുകൊണ്ട് തിരിഞ്ഞവൻ്റെ ആദ്യത്തെ ചോദ്യം അതായിരുന്നു. നിന്റെ അച്ഛനെങ്ങാണ്ട് പോയി, എന്തോ അത്യാവശ്യ കാര്യമാണെന്ന്. ഇനി കുറച്ചു നാൾ അങ്ങനെയായിരിക്കും. ഇനി നീ വേണം ഇവളെ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനും. ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത വിധത്തിൽ പത്മാവതി അമ്മ കാര്യങ്ങൾ അവതരിപ്പിച്ചു. പ്രത്യേകിച്ച് അവിശ്വസിക്കേണ്ട കാര്യമൊന്നും അതിലില്ലായിരുന്നത് കൊണ്ട് ദേവൻ തലയാട്ടി സമ്മതം അറിയിച്ചുകൊണ്ട് മുറ്റത്ത് കിടക്കുന്ന കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ചെല്ലടി കൊച്ചേ. മുത്തശ്ശി വൈശുവിനെ പിടിച്ച് മെല്ലെ മുന്നിലേക്ക് തള്ളിവിട്ടു. അവളൊരു ചിരിയോടെ ഓടിച്ചെന്ന് വണ്ടിയുടെ കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറിയിരുന്നു. ബൈ. ഇരുവരും മുറ്റത്ത് നിന്ന് കൈവീശി കാട്ടിയതും ദേവൻ്റെ വണ്ടി വഴിയിലേക്ക് ഇറങ്ങിയിരുന്നു. സർ. ബാലു പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിൽ കിടന്ന് കറങ്ങി തിരിഞ്ഞത് കൊണ്ടാവാം പെണ്ണറിയാതെ തന്നെ അവളിൽ നിന്നും ആ വിളി പുറത്തേക്ക് തെറിച്ചത്. ആ. ഒട്ടൊരു ചോദ്യത്തോടെ അവൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചുകൊണ്ട് മൂളി. അത് പിന്നെ അവൾക്കപ്പോൾ എന്താണ് പറയേണ്ടതെന്ന് അറിവില്ലായിരുന്നു. അറിയാതെ വിളിച്ചു പോയതാണ്. എന്താണ് വൈശാഖി? ഇത്തവണ മഹാദേവൻ്റെ ചോദ്യം ഇത്തിരി ഉച്ചത്തിലായിരുന്നു. അതുമാത്രമല്ല, അവളെ ഒന്ന് തലചരിച്ച് നോക്കുക കൂടെ ചെയ്തിരുന്നു. അത് പിന്നെ സർ, അത് നീരജ മാഡം എത്ര നാളത്തേക്ക് ഇവിടെ ഉണ്ടാവും? നാവിൽ വന്നത് അങ്ങനൊരു കള്ളായിരുന്നു. ഒന്നാമത് കള്ളം പറഞ്ഞ് ശീലമില്ല. പറഞ്ഞാൽ തൻ്റെ മുഖത്ത് അത് അപ്പാടെ തെളിയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ പെണ്ണിൽ വിറയലും വെപ്രാളവും ഉണ്ടായി. കൂടിപ്പോയാൽ ഒരു 5-6 മാസം. എന്തേ? ചെക്കൻ്റെ നെറ്റി ചുളിഞ്ഞു. ഒന്നുമില്ല സാർ, വെറുതെ ചോദിച്ചതാ. അവളില്ലാത്ത ചിരി മുഖത്തൊട്ടിച്ചു. ആം. അവനൊന്ന് മൂളി മറുപടി കൊടുത്തതല്ലാതെ പിന്നീട് ഒരു ചോദ്യവും അവൻ്റെ പക്കൽ നിന്നും ഉണ്ടായില്ല. നീരജയുടെ ക്ലാസ് എങ്ങനെയുണ്ട്? കുറച്ചു നേരത്തെ ഇടവേളയ്ക്ക് ശേഷം മഹാദേവൻ എന്തിനോ വേണ്ടി തിരക്കി. എനിക്ക് സൗമ്യമാടത്തെയാ കൂടുതൽ ഇഷ്ടം. ഉത്തരം പറയുവാൻ അവൾക്കൊരു നിമിഷം പോലും വേണ്ടി വന്നില്ല. നീരജയുടെ ടീച്ചിങ് കൊള്ളില്ലേ? ദേവൻ്റെ നെറ്റി ചുളിഞ്ഞു. കുഴപ്പമില്ല. അവൾ കുശുമ്പോടെ വെറുവെറുത്തു. അവരുടെ ക്ലാസ് കൊള്ളില്ലെന്ന് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ദേവനും നീരജയും ഓഡിറ്റോറിയത്തിൽ വെച്ച് അടുത്ത് പെരുമാറിയത് ഓർമ്മ വന്നതും വൈശു അത് മനഃപൂർവ്വം പറഞ്ഞില്ല. അതിനൊരു മൂളിച്ചയായിരുന്നു ദേവനിൽ നിന്നും വന്ന മറുപടി. അവരുടെ കാർ മുന്നോട്ടേക്ക് പാഞ്ഞുകൊണ്ടിരുന്നു. പൊടുന്നനെയാണ് അത് സംഭവിച്ചത്. ടൗണിൽ നിന്നും കോളേജിലേക്ക് തിരിയുന്ന റോഡിലേക്ക് അവരുടെ വണ്ടി കടന്നതും ഒരു കാർ ഓവർ സ്പീഡിൽ അവരുടെ വണ്ടിയെ തട്ടിയില്ലേ എന്ന രീതിയിൽ പാഞ്ഞുപോയി. പൊടുന്നനെ മഹാദേവൻ ധൃതിയിൽ ഒരു സൈഡിലേക്ക് വണ്ടി വെട്ടിച്ചതുകൊണ്ട് വലിയൊരു അപകടം നീങ്ങിക്കിട്ടി. വൈശു ഭയന്ന് വിറച്ച് അവൻ്റെ കയ്യിൽ കയറി പിടിച്ചു. പേടിക്കണ്ട, ഒന്നും പറ്റിയില്ല. ഇടത്തെ കൈകൊണ്ട് അവളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ചീറിപ്പായുന്ന ആ വണ്ടിയുടെ നമ്പർ നോക്കാൻ ആ നേരം മഹാദേവൻ മറന്നില്ല. ഇതല്ലേ അന്ന് ഇവിടെ അമ്മയും ദീപക്കും വന്ന വണ്ടി? അതെ, ഇത് തന്നെ. വണ്ടി നമ്പറും കാറും നോട്ട് ചെയ്തവൻ്റെ മുഖത്ത് അപ്പോൾ അമ്പരപ്പായിരുന്നു. എന്തിന്? മനസ്സിൽ ആ ചോദ്യം ചോദിച്ചുകൊണ്ട് തൻ്റെ ഇടത്തെ കൈക്കുള്ളിൽ പേടിച്ചു വിറച്ചിരിക്കുന്നവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഇനി ദീപക്കെങ്ങാനും? മഹാദേവൻ്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി. ഇത്തിരി മുൻപ് നടന്നതിനെക്കുറിച്ച് ആലോചിച്ച് ഇനി വെറുതെ മൂഡ് ഓഫ് ആയിരിക്കണ്ട. അത് ആക്സിഡൻ്റലി നടന്നതാണ്. കോളേജ് പാർക്കിങ്ങിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി കഴിഞ്ഞിട്ടും മഹാദേവൻ അവളെ സമാധാനിച്ചു കൊണ്ടിരുന്നു. വൈശാഖി മറുപടിയായി അവനെ നോക്കി മെല്ലെ തലയാട്ടിക്കാട്ടിയതും അവൻ ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് ഒരു നോട്ടം അയച്ചു. ഇപ്പോൾ ഇത്തിരി ഓക്കെ ആയിട്ടുണ്ട് ആള്. എന്നാലും ചെറിയൊരു പേടിയും വെപ്രാവളവും ഇപ്പോഴും ആ മുഖത്തുണ്ട്. ഒന്നാമത് ഇവക്ക് ഇത്തിരിയെങ്കിലും മതി ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാകുവാനായി. അതുകൊണ്ട് തന്നെ ഒന്നും വിട്ടു പറയുവാൻ മഹാദേവൻ കൂട്ടാക്കിയില്ല. നീ ഓക്കെ ആണോ? അവളുടെ ഇരിപ്പും ഭാവവും ഒക്കെ കണ്ടപ്പോൾ ദേവൻ ഒരു വട്ടം കൂടി എടുത്തു ചോദിച്ചു. വൈശാഖി വീണ്ടും തലയാട്ടി കാട്ടുകയാണ് ചെയ്തത്. എന്നാ ഇറങ്ങിക്കോ. ഉള്ളിൽ അവളോട് ഇത്തിരി കരുതലുണ്ടെങ്കിലും ചെക്കൻ്റെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു അപ്പോഴും. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ദേവൻ ഇറങ്ങുന്നത് കണ്ടതും
വൈശാഖിയും ധൃതിയിൽ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. എന്നിട്ട് കാറ് ലോക്ക് ചെയ്ത് മുന്നോട്ടേക്ക് നടക്കുന്നവൻ്റെ പിന്നാലെ ബാഗ് തോളത്തേക്ക് ഇട്ടുകൊണ്ട് നടന്നു തുടങ്ങി. തിരിച്ച് ഞാൻ കൊണ്ടുപോയിക്കോളാം. ഹിസ്റ്ററി ബ്ലോക്കിലേക്ക് കടക്കുന്നതിന് മുൻപ് തനിക്ക് പിന്നാലെ നടന്നു വരുന്നവളുടെ നേർക്ക് ദേവനൊന്ന് തിരിഞ്ഞു. കുറച്ചു മുൻപ് നടന്ന ആക്സിഡൻറ്റ് അവൻ്റെ മനസ്സിൽ നിന്ന് അപ്പോഴും മാറിയിട്ടുണ്ടായിരുന്നില്ല. ശരി സാർ. വൈശാഖി അനുസരണയോടെ അതിനും തലയാട്ടി. ആ നടക്ക് എന്നും പറഞ്ഞ് വീണ്ടും തിരിഞ്ഞ് ബ്ലോക്കിലേക്ക് നടക്കുന്നവൻ്റെ പിന്നാലെ കാലുകൾ നിൽക്കുമ്പോൾ വൈശാഖിയുടെ ഉള്ളവും ഒന്നും തണുത്തിരുന്നു. മഹാദേവൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കയറിപ്പോയപ്പോൾ അവൾ തൊട്ടപ്പുറത്തുള്ള തൻ്റെ ക്ലാസ്സിലേക്ക് മെല്ലെ നടന്നു കയറി. ആദ്യം തന്നെ അവൾ കണ്ടത് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ബെഞ്ചിൻ്റെ അറ്റത്തായി ഇരിക്കുന്ന ബാലുവിനെയാണ്. ആളിൻ്റെ തൊട്ടരികിലായി നിർമ്മലും ജോബിനും ഇരിപ്പുണ്ട്. റോസും വന്നിട്ടുണ്ട്. തന്നെ കണ്ടതിനാലാവാം പെണ്ണിൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി വിടർന്നിട്ടുണ്ട്. ദുഷ്ടൻ, എന്നെ കൂടെ കൂട്ടിയില്ല. ബാലുവിനെ നോക്കി പിറുപിറുത്തുകൊണ്ട് തൊട്ടെതിരായി കിടന്ന ബെഞ്ചിലേക്ക് ഇരിക്കുവാൻ പോയവളുടെ കയ്യിൽ ഭാസ്കരൻ ഒരു ചിരിയോടെ പൊടുന്നനെ കയറി പിടിച്ചു. പെണ്ണയാളെ കൂർപ്പിച്ചൊരു നോട്ടം നോക്കിയതല്ലാതെ പിന്നീട് മറ്റൊന്നും പറഞ്ഞില്ല. കൂട്ടാതെ പോയെങ്കിലെന്താ? നിനക്കെൻ്റെ മോൻ്റെ കൂടെ വരാനൊരു ചാൻസ് ഉണ്ടാക്കി തന്നില്ലേ ഞാൻ? മനുഷ്യനായ നന്ദി വേണോടി, നന്ദി. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൾക്ക് കേൾക്കാൻ പറ്റുന്നത്ര രീതിയിൽ മെല്ലെ ബാലു വൈശാഖിയോട് പറഞ്ഞു. വോ. അവൾ മുഖം വെട്ടിത്തിരിച്ചു. വോ അല്ല, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേ. അല്ല, ചോദിക്കാൻ മറന്നു. നീ അവനോട് മറ്റേ കാര്യം പറഞ്ഞോ? ഭാസ്കരൻ വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കി. അവൾ പറഞ്ഞു കാണില്ല എന്നുറപ്പുണ്ടായിട്ടും ഇല്ല എന്ന രീതിയിൽ തോളൊന്ന് ചലിപ്പിച്ചുകൊണ്ട് വൈശാഖി മെല്ലെ റോസിൻ്റെ അടുത്തായിട്ടിരുന്നു. പറയണ്ട, ഇങ്ങനെ നടന്നു. ഒടുവിൽ വെല്ലോളും കറക്കിയെടുത്തോണ്ട് പോകുമ്പോൾ ഇരുന്ന് മൂങ്ങാതിരുന്നാൽ മതി. ഭാസ്കരൻ തൻ്റെ സീറ്റിലേക്കിരുന്നു. ആ കേട്ടത് ഇഷ്ടപ്പെടാതെ വൈശാഖി ബാലുവിന് നേർക്ക് ദേഷ്യത്തോടെ ഒരു നോട്ടം എറിഞ്ഞു. എന്താടി കാര്യം? അവർ തമ്മിലുള്ള സംസാരം മനസ്സിലാവാത്തത് കൊണ്ടാവാം റോസ് അവളോട് തുറന്നു ചോദിച്ചത്. സാറിൻ്റെ കാര്യമടി. അത് പിന്നെ വൈശാഖി തുറന്നു പറയാൻ വേണ്ടി തുടങ്ങിയപ്പോഴാണ് ക്ലാസ്സിനുള്ളിലേക്ക് നീരജ മാഡം കയറി വരുന്നത് അവർ കണ്ടത്. ഗുഡ് മോർണിംഗ് മാഡം. കുട്ടികളെല്ലാവരും കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് കോറസ് പാടി. ഗുഡ് മോർണിംഗ്, ഇരുന്നോളൂ. അവർ കൈകൊണ്ട് ആംഗ്യം കാട്ടിയിട്ട് ടീച്ചേഴ്സ് ടേബിളിന് മുൻപിൽ നിന്ന് അതിലേക്ക് ചാരി നിന്നു. നീരജ കുറച്ച് നിമിഷങ്ങൾ ക്ലാസ്സിനെ ഒട്ടാകെ ഒന്ന് നിരീക്ഷിച്ചു. അവരുടെ നോട്ടം ഒടുവിൽ തങ്ങി നിന്നത് വൈശാഖിയുടെ മുഖത്തും. അവരവളെ ഉറ്റുനോക്കി. വൈശാഖിക്ക് അത് മതിയായിരുന്നു ഉള്ളിലൊരു വെപ്രാളം നിറയാൻ. ഇന്നലെ പഠിപ്പിച്ചതൊക്കെ പഠിച്ചുകൊണ്ടാണോ എല്ലാവരും വന്നിരിക്കുന്നത്? ഇരുകൈകളും പിന്നിലേക്കാക്കി ടേബിളിലേക്ക് കൈ ഉന്നിക്കൊണ്ട് നീരജ തിരക്കി. യെസ് മാഡം. അവിടെ നിന്ന് ഇവിടെ നിന്ന് മാത്രം മറുപടി എത്തി. തേർഡ് ബെഞ്ച്, ലാസ്റ്റ് വൺ സ്റ്റാൻഡപ്പ്. വൈശാഖിയുടെ നേർക്ക് പൊടുന്നനെ നീരജ വിരൽ ചൂണ്ടി. മാഡം. പേടിയോടെ പെണ്ണ് എഴുന്നേറ്റ് വന്നു. ഇന്നലെ പഠിപ്പിച്ചത് മുഴുവൻ സമ്മറൈസ് ചെയ്യ്. ആരോടോ ഉള്ള ദേഷ്യം തീർക്കുന്നത് പോലെയുള്ളൊരു ചോദ്യം നീരജയിൽ നിന്നും ഉണ്ടായി. വൈശു ആദ്യം ഒന്ന് പകച്ചുവെങ്കിലും മെല്ലെ അവർ ചോദിച്ചതിനുള്ള ഉത്തരം പറയുവാനായി തുടങ്ങി. അവൾ ഉത്തരം പറയുന്നെന്ന് കണ്ടതും നീരജ അവളെ നീരസത്തോടെ കേട്ടുകൊണ്ട് നിന്നു. സിറ്റ് ഡൗൺ. വൈശാഖി മുഴുവനും പറഞ്ഞു തീർത്തതും അവർ ദേഷ്യത്തോടെ അവളെ ഇരിക്കാൻ സമ്മതിച്ചു. നീരജയ്ക്ക് വൈശുവിനോടുള്ള പെരുമാറ്റ രീതി കണ്ടിട്ട് ബാലുവിന് ദേഷ്യം വന്നുവെങ്കിലും അയാൾ അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ക്ലാസ്സിലിരുന്നു. പിന്നീട് ആ പീരീഡ് തീരുന്നത് വരെ നീരജ ക്ലാസ് എടുത്തു. ആർക്കാനും വേണ്ടി ഓക്കാനിക്കുന്നു എന്ന രീതിയിൽ. ഒടുവിൽ ബെല്ലടിച്ചപ്പോൾ അവൾ ഇറങ്ങിപ്പോയപ്പോഴാണ് കുട്ടികളെല്ലാവരും ശ്വാസം എടുത്തത് തന്നെ. ഇവരുടെ ടീച്ചിങ് ഒട്ടും കൊള്ളില്ല, ബോറ് ക്ലാസ്. ക്ലാസ്സിൽ നിന്നും മുറുമുറുപ്പ് കേട്ടു തുടങ്ങി. പൊളിറ്റിക്കൽ സയൻസിൻ്റെ അസൈൻമെൻറ്റ് വയ്ക്കാൻ വേണ്ടി സ്റ്റാഫ് റൂമിലേക്ക് പോയതാണ് വൈശാഖി. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ സമയമായതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എല്ലാവരും ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെയുണ്ട്. വാതിൽക്കൽ നിന്ന് അകത്തേക്ക് കയറിയതേ പെണ്ണിൻ്റെ കണ്ണുകൾ ആദ്യം പോയത് മഹാദേവൻ ഇരിക്കുന്ന സീറ്റിന് നേർക്കായിരുന്നു. ആളവിടെ ഇരിപ്പുണ്ട്. മുമ്പിലത്തെ ടേബിളിന് മുകളിൽ ഏതോ ഒരു ബുക്കും തുറന്നു വെച്ച് കാര്യമായ വായനയിലാണ്. മറ്റാരെയും ഒട്ടും ശ്രദ്ധിക്കുന്നില്ല പുള്ളി. വൈശു അപ്പോൾ തന്നെ അവനിൽ നിന്നുമുള്ള കണ്ണുകൾ പിൻവലിച്ചു. എന്നിട്ട് മഹാദേവൻ്റെ തൊട്ടരികിലായിരിക്കുന്ന പോൾ സാറിൻ്റെ അടുത്തേക്ക് നടന്നു ചെന്നു. സർ, അസൈൻമെൻറ്റ്. കയ്യിലിരിക്കുന്ന ഫയൽ അവൾ പോളിന് നേരെ നീട്ടി.
വൈശാഖിയുടെ ഒച്ച പൊടുന്നനെ കേട്ടതുകൊണ്ടാവാം മഹാദേവൻ പൊടുന്നനെ തല ഉയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കിയത്. അതേസമയം തന്നെയാണ് വൈശാഖി ഒരു നോട്ടം കൊണ്ട് ചെക്കനെ കടാക്ഷിച്ചത്. കണ്ണുകൾ ഒരു വട്ടം ഇടഞ്ഞു. അടുത്ത നിമിഷം തന്നെ പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ മഹാദേവൻ തൻ്റെ ബുക്ക് വായനയിലേക്ക് തിരിഞ്ഞപ്പോൾ വൈശുവിൻ്റെ കണ്ണുകളും അവനിൽ നിന്ന് നീങ്ങിയിരുന്നു. മൊത്തം എഴുതിയല്ലോ അല്ലേ? പോൾ സാർ അവളുടെ കയ്യിൽ നിന്നും ഫയൽ വാങ്ങുന്നതിനിടയിൽ തിരക്കുന്നുണ്ടായിരുന്നു. എഴുതി സാർ, അവൾ ഭവ്യതയോടെ മറുപടി നൽകി. ശരി, പൊയ്ക്കോളൂ. അസൈൻമെൻറ്റ് ഇനിയും സബ്മിറ്റ് ചെയ്യാത്തവരോട് വേഗം കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാനൊന്ന് പറഞ്ഞേക്ക്, പോൾ സാർ അവളോട് ആവശ്യപ്പെട്ടു. ശരി സാർ. വൈശു തലകുരുക്കിക്കൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വാതിൽക്കലേക്ക് നടക്കാൻ തുടങ്ങിയതും കണ്ടു. തൊട്ട് എതിർവശത്തെ സീറ്റിലിരുന്നു കൊണ്ട് വായനയിൽ മുഴുകിയിരിക്കുന്ന മഹാദേവനെ കടാക്ഷിക്കുന്ന നീരജയുടെ കണ്ണുകളെ. വൈശാഖിക്ക് പൊടുന്നനെ ദേഷ്യം വന്നു. കൈകൾ രണ്ടും ചുരുട്ടി പിടിച്ചുകൊണ്ട് ദേഷ്യം സ്വയം നിയന്ത്രിച്ച് ഡോറിൻ്റെ അപ്പുറത്തേക്ക് നടന്നിറങ്ങുമ്പോൾ നീരജയെ ഉള്ള ദേഷ്യം അവളുടെ ഉള്ളിലുണ്ടായി. കൂട്ടത്തിൽ സാർ എൻ്റെ അല്ലേ എന്നൊരു സങ്കടവും. അപ്പോൾ അടുത്ത പാട്ടുമായിട്ട് നാളെ ഇതേ സമയം വരാം കേട്ടോ. പതിവ് പോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കാനും മറക്കരുതേ.